നമസ്കാരം, ഞാൻ ജനമിത്ര. ഇന്ന് 15-ാം തീയതി സ്ത്രീ സൗജന്യ യാത്ര തുടക്കം കുറിക്കുന്ന ദിവസമാണ്. ജനമിത്രയുടെ ഒരു പോളിസി സ്ത്രീകൾക്കും ഒപ്പം പുരുഷന്മാർക്കും ഒന്നിടവിട്ടുള്ള മാസങ്ങളിൽ ഈ സൗകര്യം ഏർപ്പെടുത്തണമെന്നുള്ള ഒരു നിവേദനമുണ്ടായിരുന്നു. നോക്കാം പുരുഷന്മാർക്ക് വേണ്ടി കോൺഗ്രസ് സർക്കാർ എന്ത് ചെയ്യുമെന്ന്. ഒന്നിടവിട്ടുള്ള മാസങ്ങളിൽ ഈ മാസം സ്ത്രീകൾക്കെങ്കിൽ അടുത്ത മാസം പുരുഷന്മാർക്ക് എന്നുള്ള ഒരു ഒരു ആശയം ജനമിത്ര പങ്കുവച്ചിരുന്നു. ഒന്നിടവിട്ടുള്ള മാസങ്ങളിൽ പുരുഷന്മാർക്കും ഈ ഒരു സൗജന്യ യാത്ര തരപ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ ജനമിത്ര അതിനുവേണ്ട ഫണ്ടിൻ്റെ ഒരു സഹായം അത് ചെയ്യാമെന്നായിരുന്നു ജനമിത്രയുടെ വാഗ്ദാനം. എത്രത്തോളം കോൺഗ്രസ് സർക്കാർ അതിനെ പിന്താങ്ങും എന്ന് നമുക്ക് നോക്കാം. ഇന്ന് തമ്പാനൂർ റെയിൽവേ ബസ് സ്റ്റാൻഡിൽ ഇന്ന് കോൺഗ്രസ് സർക്കാർ വാക്കുപാലിക്കുന്നതിൻ്റെ ഒന്നാം ഘട്ടം ഇന്ന് നടപ്പിലാക്കുന്നു. അതുകൊണ്ട് മാത്രമാണ് ജനമിത്ര കോൺഗ്രസ് സർക്കാരിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇന്ന് എത്തിയിരിക്കുന്നത്. വാഗ്ദാന പാലനമാണ് ജനമിത്രയുടെ മുഖമുദ്ര. മുദ്രപത്ര രാഷ്ട്രീയമാണ് ജനമിത്ര മുൻപോട്ട് വയ്ക്കുന്ന ആശയം. വാഗ്ദാന പാലനമെന്ന ആ ഒരു നല്ല നിമിഷം അത് എത്ര കണ്ട് മുൻപോട്ട് പോകുമെന്നുള്ളതല്ല, വാഗ്ദാന പാലനമെന്ന ആ ഒരു നല്ല നിമിഷം അത് നേരിൽ കാണുവാനാണ് ജനമിത്ര മുദ്രപത്ര രാഷ്ട്രീയത്തിൻ്റെ വക്താവ് ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. സ്ത്രീകൾക്കൊപ്പം പുരുഷന്മാർക്കും ജെൻഡർ ഇക്വാളിറ്റി പറയുന്ന ഈ നാട്ടിൽ സ്ത്രീകൾക്കൊപ്പം പുരുഷന്മാർക്കും ഒന്നിടവിട്ടുള്ള മാസങ്ങളിൽ സൗജന്യ യാത്ര നൽകണമെന്ന് കോൺഗ്രസിനോട് ജനമിത്ര അപേക്ഷിക്കുന്നു. അതിനുള്ള പദ്ധതികൾ, പ്ലാൻസ് ജനമിത്ര നൽകാൻ തയ്യാറാണ്. ഒന്നിടവിട്ടുള്ള മാസങ്ങളിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ചെയ്ത് ജെൻഡർ ഇക്വാളിറ്റി വരുത്തി ഇതൊരു ജനപക്ഷ യാത്രയാക്കി മാറ്റാൻ കോൺഗ്രസ് സർക്കാരിന് കഴിയട്ടെ. സ്ത്രീകൾക്ക് മാത്രമല്ല പൊതുഗതാഗതം, പുരുഷന്മാർക്കും അവകാശപ്പെട്ടതാണ്. അതോടൊപ്പം ഒന്നിടവിട്ടുള്ള മാസങ്ങൾ മാത്രമേ ഞങ്ങളും ആവശ്യപ്പെടുന്നുള്ളൂ. ഈ മാസം സ്ത്രീകൾക്കെങ്കിൽ അടുത്ത മാസം പുരുഷന്മാർക്ക്. അപ്പോൾ അങ്ങനെ ഇതൊരു സ്ത്രീപക്ഷ ഗവൺമെൻറ് അല്ലാതെ ജനപക്ഷ ഗവൺമെൻറ്റായി നല്ലൊരു പേരെടുക്കാൻ കോൺഗ്രസ് സർക്കാരിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ജനമിത്ര എപ്പോഴും അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾക്ക് സപ്പോർട്ടായിരിക്കും. ജനമിത്രയുടെ ഏറ്റവും വലിയ കാര്യം മുദ്രപത്ര രാഷ്ട്രീയമാണ്, അതായത് വാഗ്ദാന പാലനമാണ്. എല്ലാവർക്കും നല്ല യാത്രാമംഗളങ്ങൾ നേരുന്നു. അതോടൊപ്പം വി.ഡി. സതീശൻ്റെ കാതുകളിൽ ഇത് എത്തുമെന്ന് CM ഓഫീസിൽ ഞങ്ങൾ ഒരു പ്രാവശ്യം കണ്ടു പറഞ്ഞതാണ്. വീണ്ടും ഇതിനെ പുനർവിചിന്തനം ചെയ്യുമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് ജനമിത്ര ഒന്നിടവിട്ടുള്ള മാസങ്ങളിൽ പുരുഷന്മാർക്കും ഈ ഒരു സൗകര്യം ഏർപ്പെടുത്തണമെന്നും